ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ വന്നപ്പോ ഇവിടെ പിന്നിൽ വന്നു കണ്ണു പൊത്താം കണ്ടുവെന്നു കള്ളം ചൊല്ലാം. ഞാൻ MBA കഴിഞ്ഞു, ഇപ്പൊ സൈക്കോളജി മേജർ ചെയ്യുന്നു. സൈക്കോളജിസ്റ്റ് ആണോ? അല്ല, ചെയ്യുന്നേ ഉള്ളൂ. അല്ല, ഈ സിനിമ കണ്ടു കഴിയുമ്പോ നിങ്ങളൊരു മോശം സിനിമ കണ്ടു എന്നൊരു നല്ലൊരു സിനിമയായിരിക്കും. നമുക്ക് എല്ലാം ഉണ്ട്, ഫണ്ണുണ്ട്, നമുക്ക് ഒരു റിലാക്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടം. ഒന്നും തോന്നൂല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, നല്ല പടം എന്ന് തോന്നും. ഒന്നും തോന്നില്ല. അങ്ങനെയല്ല, അപ്പൊ എങ്ങനെ കൂടെ നടന്ന് വഴിതെറ്റിക്കുന്ന ഫ്രണ്ടാണോ? രണ്ടും എല്ലാം ഉണ്ട്. അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, അത് തന്നെ. ഞാൻ ആദ്യമായിട്ട് അരുൺചേട്ടനെ മീറ്റ് ചെയ്യുമ്പോൾ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു, മഞ്ജുപിള്ള ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് ഞാനും സ്റ്റോറി കേൾക്കുന്നത്. അങ്ങനെ റീൽ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് വന്നത്. അപ്പൊ ഓഡിഷൻ അവിടെ പോയി കഴിയുമ്പോൾ എന്താണെന്നുള്ള റിയാലിറ്റി സിറ്റുവേഷൻസ്, അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടെന്നുള്ളത് നമ്മുടെ ഫാമിലി, നമ്മുടെ പേരൻസ് അടക്കം അത് കണ്ടിരിക്കണം. ഞാൻ വന്ന് ഫസ്റ്റ് ഡേ എന്നോട് ഒരു ഡാൻസിന്റെ പ്രാക്ടീസിന്റെ ചെല്ലാവോ ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോ ഇവരൊക്കെ കണ്ടു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഡാൻസേഴ്സ് ആണെന്നാണ് എന്റെ വിചാരം. ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് അതാണ് പുള്ളി. അല്ല, ഇവര് പൂജക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഡാൻസേഴ്സിലേക്ക്. സിനിമാ പ്രാന്തത്തിൽ നിന്ന് കൂടെ ഉള്ളത് UK ഓക്കെ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ചാന്ദിനി മിറിസ് ആൻഡ് മൂസി. വെൽക്കം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. പടം പോവാൻ. അതെ, ഇപ്പൊ UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷനും ആൻഡ് നിങ്ങളുടെ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? തുടങ്ങിക്കോ. ഞാൻ ചാന്ദിനി. എൻ്റെ ക്യാരക്ടർ നെയിം ഇതിനകത്ത് സൗമ്യ എന്നാണ്. നമ്മളൊരു IL സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും. അപ്പം ഒരു യൂത്തിൻ്റെ ഫിലിമാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളും കാര്യങ്ങളുമാണ്. വീട്ടിൽ നിന്ന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് വീട്ടുകാരെയും വെറുപ്പിക്കാൻ പറ്റത്തില്ല, എന്നാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അങ്ങനെ രണ്ട് രീതിയിലും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു യൂത്തിൻ്റെ സ്റ്റോറിയാണ്. അപ്പം പടം കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്ന്. എന്റെ ക്യാരക്ടറിന്റെ പേര് റീനു എന്നാണ്, IL സ്റ്റുഡന്റ് ആണ്. പിന്നെ പടത്തെ പറ്റി പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. എന്റെ ക്യാരക്ടർ നെയിം വിനു എന്നാണ്. എന്റെ ഒറിജിനൽ പേര് മൂസി എന്നാണ്. പിന്നെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം എക്സ്പെക്ടേഷനും ക്യാരക്ടറിനെ പറ്റി. ഞാൻ ഇതിനു മുന്നേ 2 സിനിമകളാണ് ചെയ്തത്. അപ്പൊ അതിനും ആ 2 സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ചെയ്യുന്നത്. കഴിഞ്ഞ 2 സിനിമകൾ കുറച്ച് ഹ്യൂമർ പരിപാടിയായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന രീതിയിലുള്ള സിനിമയാണ്. എല്ലാ പാരന്റ്സും എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ചിത്രം. ഇതില് രഞ്ജിത്തിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ചേർന്നതല്ലേ? ഞങ്ങൾ എല്ലാവരും അതെ, എല്ലാരും. എനിക്കൊന്ന് ഞാൻ മൂസിയുടെ ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ എന്തൊക്കെയോ വിഷ്വൽസ് എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കണ്ടു. രഞ്ജിത്തിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഫ്രണ്ടാ. അപ്പൊ എങ്ങനെ കൂടെ നടന്ന് വഴിതെറ്റിക്കുന്ന ഫ്രണ്ടാണോ? രണ്ടും എല്ലാം ഉണ്ട്. അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, അത് തന്നെ. ഈ നിങ്ങളൊക്കെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറും സിനിമയിലെ ക്യാരക്ടറും എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല? എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര റിലേറ്റഡ് ആണ്. ഞാൻ ഫേസ് ചെയ്ത ഒരു സ്ട്രഗിൾ ആണ് ശരിക്കും ഈ സിനിമയിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമുക്ക് അത് റിവീൽ ചെയ്യാനും പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ പറയണത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നടന്നു പോണ ഒരു കാര്യമാണ്. ക്യാരക്ടർ ശരിക്കും നമ്മളെ പോലെയൊക്കെ തന്നെയുള്ള ഒരു പിള്ളേരുടെ ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു പുറത്തുനിന്ന് ഒരു എടുക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. സിനിമയിലൊക്കെ ഉള്ള എൻട്രി എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയത്? ഇതിലേക്ക് ഓഡീഷൻ വഴിയാണ് എല്ലാവരും. അതെ അതെ. എന്നെ കഴിഞ്ഞ പടം അനുരാഗം കണ്ടിട്ടാണ് നമ്മുടെ ചേട്ടൻ വിളിക്കുന്നത്, അരുൺ ചേട്ടൻ വിളിക്കുന്നത്. എന്നിട്ട് ഒന്ന് ഓഡിഷൻ ചെയ്യിപ്പിച്ച് നോക്കി. പിന്നെ ഞാൻ ചേട്ടനെ 2-3 പ്രാവശ്യം വിളിച്ച് വെറുപ്പിച്ചു. പിന്നെ അതിന് ഓഡിഷൻ കഴിഞ്ഞിട്ട് എന്തായെന്ന് അറിയാനാണോ? അതെ അതെ. എന്തായി അത് അപ്ഡേഷൻ പരിപാടി നടക്കുമോ കിട്ടുമോ? പിന്നെ പുള്ളി വിളിച്ച് പറഞ്ഞു, മോനെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ വരുന്നത്. ഇവരെല്ലാം ജോയിൻ ചെയ്ത് ഡാൻസ് സീക്വൻസ് ഉണ്ടായിരുന്നു. നമുക്കതൊന്നും ഇവനുള്ള കാര്യം പോലും അറിയത്തില്ല. വർക്ക്ഷോപ്പ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട വന്നില്ലേ? ഇല്ല ഞാൻ വന്ന് അല്ല പടം തുടങ്ങുന്നതിന് 3 ദിവസം മുന്നേ ഞാൻ വന്ന് ഫസ്റ്റ് ഡേ എന്നോട് ഒരു ഡാൻസിന്റെ പ്രാക്ടീസിന്റെ ചെല്ലാവോ ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോ ഇവരൊക്കെ കണ്ടു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഡാൻസേഴ്സ് ആണെന്നാണ് എന്റെ വിചാരം. അല്ല, ഇവര് പൂജക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഡാൻസേഴ്സിനൊക്കെ
കാരണം ഞാൻ വരുമ്പോ ഇവരൊക്കെ ഭയങ്കര ഡാൻസ് കളിച്ചോണ്ടിരിക്കുക, എനിക്കൊന്നും ആ സ്റ്റെപ്പ് കിട്ടണോലും ഇല്ല. ഞങ്ങൾ പ്രാക്ടീസ് നിങ്ങൾ ശരിക്കും ഡാൻസേഴ്സ് ആണോ? അല്ലല്ല ക്ലാസിക്കൽ ക്ലാസിക്കൽ. ആ, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ? അല്ല, ഞാൻ പക്ക ക്ലാസിക്കൽ ഡാൻസ്, പക്ഷെ നമ്മൾ ചെയ്ത ഫോം വെസ്റ്റേൺ ആയിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡാൻസർ അല്ലല്ലോ? അല്ലല്ല. അപ്പൊ എങ്ങനെയായിരുന്നു നല്ല അതിന്റെ? പാടായിരുന്നു. അല്ല, നമ്മുടെ സ്റ്റൈൽ ഇപ്പം ഏത് ഡാൻസ് ആണെങ്കിലും ഇത് കുറച്ച് പാടുള്ള ഒരു സ്റ്റൈലായിരുന്നു, ഹിപ്പ് ഹോപ്പ് ആയിരുന്നു. അപ്പം അതിൻ്റെതായ പാടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയുടെ എക്സ്പെക്ടേഷൻ ആരും പറഞ്ഞില്ലായിരുന്നു? നല്ല എക്സ്പെക്ടേഷൻ ആണ് ആക്ച്വലി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കണക്ട് ആവും. ഇത് കണ്ടു കഴിയുമ്പം ഇപ്പോഴത്തെ ഒരു പ്രോബ്ലമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു റിയലൈസേഷൻ വരും. ഓക്കെ, ആക്ച്വലി നമ്മളിതിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിയൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചില്ലേ, ആക്ച്വലി ഇപ്പം എനിക്കും മെറീസയ്ക്കൊക്കെ ഭയങ്കര റിലേറ്റഡ് ആണ്. ചാരൻ ചേട്ടൻ സ്റ്റോറി പറഞ്ഞപ്പം ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ബേസിക്കലി ഒരു ഡെന്റിസ്റ്റാണ്. അപ്പം കല്യാണമൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി വീട്ടുകാരൊക്കെ നിൽക്കുന്നു, പുറത്തേക്കുള്ള പ്രപ്പോസൽസ് നോക്കുന്നു. പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകാൻ അങ്ങനെ താല്പര്യമില്ല, നാട്ടിൽ തന്നെ നിൽക്കാനാണ്. അപ്പം അരുൺ ചേട്ടൻ സ്റ്റോറി പറയുമ്പോൾ ശരിക്കും ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു, ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ആ സ്റ്റോറി. കുറേ പേരൻസ് ഇപ്പോഴും കുട്ടികളെ പുറത്തേക്ക് വിടാൻ എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്താ, അങ്ങനത്തെ കുറേ സിനാരിയോ ഒക്കെയാണ് നമ്മുടെ ഫിലിമിൽ പറയുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ ഈ മഞ്ഞ് പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ എന്താണെന്നുള്ള റിയാലിറ്റി സിറ്റുവേഷൻസ്, അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടെന്നുള്ളത് നമ്മുടെ ഫാമിലി, നമ്മുടെ പേരൻസ് അടക്കം അത് കണ്ടിരിക്കണം. എന്നാലേ എന്നുവെച്ചാൽ എല്ലാവർക്കും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ വെൽ സെറ്റിൽഡ് ആണ് എന്നൊരു തോട്ട് ഉണ്ട്. അങ്ങനെയല്ല, നമുക്കും ഇവിടെ നിന്നാണേലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പേരൻസ് അടക്കം റിയലൈസ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫസ്റ്റ് മൂവിയാണോ? എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ഗെറ്റ് സെറ്റ് ബേബിയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, നെയ്മറിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഡാൻസറാണ്, എന്തായാലും ഒരു സിനിമ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു കുറച്ച്. ഞാൻ ഡാൻസറാണ്, ഞാൻ പാട്ട് പാടും, എല്ലാം ചെയ്യും. അപ്പം അങ്ങനെ ഡെയിലി 3-4 പോസ്റ്റ് വെച്ച് ഒരു ദിവസം പാട്ടാണ്, അങ്ങനെയാണല്ലേ? അപ്പൊ അരുൺ ചേട്ടൻ ഏതോ ഒരു റീല് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ പിന്നെ വന്നു. ഇപ്പം മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അരുൺ ചേട്ടനെ മീറ്റ് ചെയ്യുമ്പോൾ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു, മഞ്ജുപിള്ള ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് ഞാനും സ്റ്റോറി കേൾക്കുന്നത്. അങ്ങനെ റീൽ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് വന്നത്. അപ്പൊ ഓഡിഷൻ മഞ്ജുപിള്ളന്റെ സ്റ്റോറി അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങോട്ട് വന്ന ഓഫർ ആയിരുന്നു ഇതല്ലേ? അരുൺ ചേട്ടനെ കണ്ടിട്ട് വിളിച്ചതാണ്. ഓഡിഷന് വരാൻ പറഞ്ഞു, അറ്റൻഡ് ചെയ്തു. ഇപ്പൊ മൂസി പറഞ്ഞ പോലെ അരുൺ ചേട്ടൻ പിന്നെ വിളിക്കും, ചേട്ടാ എന്തായി അപ്ഡേറ്റ് ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഒരു ചാൻസ്. നമ്മളിപ്പോ റീലും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ അരുൺ ചേട്ടനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്തായി എന്നൊക്കെ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഓക്കെ ഇന്നാണ് എന്ന് പറഞ്ഞു. എന്നാലും സിംഗർ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് പഠിക്കാതെ വിടാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോ ഇവിടെ ഇഷ്ടമുള്ള ഒരു പാട്ട്. ഞാൻ എല്ലായിടത്തും കുറെ പാടുന്ന ഒരു പാട്ടാണ്. പെട്ടെന്ന് പാടും, അങ്ങനെ നിർബന്ധിക്കും. മിക്ക സ്റ്റേജിലും ഞങ്ങൾ ഈ പാട്ട് പോകുമ്പോഴേക്കും സാധാരണ പിള്ളേരാണ് നമ്മളോട് പറയാ പാട്ടോടെ ഡാൻസ് കളിക്കും. നമ്മൾ ചാന്ദിനാ പറയുന്നത്, രണ്ടുപേരും ഞാൻ പാടാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, മുളകിലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, വിളിനെത്തുന്ന കുലം മൂക്കിലോടുന്ന വീട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിൻ്റെ വെണ്ണിലേറാം, ചന്ദനക്കിണ്ണം മടക്കായലിൽ വീണേ, കുഞ്ഞിലം കയ്യിൽ മെല്ലെ കൊണ്ടുകൊടുക്കാം. എല്ലാ സ്റ്റേജിലും ഇത് തന്നെ പാടുന്നു എന്നാണോ? അങ്ങനെയല്ല, എന്റെ കുറച്ച് സിഗ്നേച്ചർ സോങ്സ് ആണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള സോങ്സ് ആണ്. ഇതാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുമ്പോ ഇതെടുത്ത് ഈ പാട്ട് പെട്ടെന്ന് ഓർക്കല്ലേ? ചിലരിങ്ങനെ പറയുമല്ലോ ഏത് പാടും എന്നൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ഈ ആക്ടിങ് ആസ്പിറന്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? അതെ. എല്ലാരും സിനിമ അഭിനയത്തിന് വേണ്ടി
ജീവിതം മാറ്റിവെച്ച് അങ്ങനെയാണോ? മാറ്റി വെച്ചോണ്ടിരിക്കണം. ഇപ്പം എത്ര നാളായി ഈ സിനിമ മോഹം അല്ല അഭിനയത്തിനോടുള്ള ഒരു സ്നേഹം? ചെറുപ്പം തൊട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ചെറുപ്പം തൊട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, സിനിമയിലാവണം. വലുതാവും തോറും നമ്മളോർക്കും ചിലപ്പോൾ മാറും ഈ ആഗ്രഹം, പക്ഷേ മാറില്ല, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരും. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ വീട്ടിൽ പറയുമല്ലോ ഇതാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. മ്യൂസിക് എങ്ങനെയായിരുന്നു? എനിക്കൊരു 10 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. എനിക്ക് തുടങ്ങി ഒരു 2 വർഷമായപ്പോഴേക്കും എനിക്ക് ക്വീൻ എന്ന് പറഞ്ഞ സിനിമ കിട്ടി. പിന്നെ ആ സിനിമയിൽ ഞാൻ മോശമായതുകൊണ്ട് പിന്നെ എനിക്കൊരു ത്വര വന്നു എങ്ങനെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. പിന്നെ മുതൽ അത് മോശമാണെന്ന് തോന്നാനുള്ള കാരണം അല്ല, നമുക്കറിയാലോ ഒരു സിനിമ കാണുമ്പോൾ നമ്മളെങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ബെറ്റർ ആണോ ഫെയിലാണോ. ആ സിനിമയിൽ ആസ് ആൻ ആക്ടർ ഞാനൊരു ഫെയിലർ. അതിനുശേഷം എന്നിട്ട് എന്തായിരുന്നു ചെയ്തത്? അതിനുശേഷം പിന്നെ ഇങ്ങനെ ആക്ടിങ് കുറേ, എനിക്ക് അശ്വിൻ എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്. ഇപ്പം അനുരാഗ് അറിയാൻ പറ്റും ഫിലിമിൽ തന്നെ. അശ്വിനാണ് എന്നെ ആക്ടിങ് ഒക്കെ പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു സിനിമ ചെയ്ത് അനുരാഗം എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം അതിനുവേണ്ടി ശരിക്കും എന്തൊക്കെയാ ചെയ്യുന്നത് അപ്പം ഒരു സിനിമ അല്ലെങ്കിൽ അഭിനയമോഹി എന്നുള്ള നിലയ്ക്ക്? അല്ല, ഞാൻ ഒരുപാട് സിനിമകൾ കാണും. എനിക്കൊരു ചെറിയൊരു ടൈം കിട്ടിയാൽ ഞാൻ ആ ടൈമിൽ സിനിമ കാണുക, അതിൻ്റെ ആക്ടേഴ്സിനെ കാണുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇരുന്ന് കാണും. അതിൽ ബെറ്റർ ആവാൻ എന്തെങ്കിലും വേ ഉണ്ടോയെന്നൊക്കെ. ബെറ്റർ ആവണ്ടേ, എന്നാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റും. അതെ. ചാന്ദിനിക്ക് എങ്ങനെയാണ് അഭിനയത്തിനെ എങ്ങനെ പറയും? ഞാൻ കുഞ്ഞിലേ തൊട്ട്, അതായത് 3.5 വയസ്സ് തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. അപ്പം പാട്ട് അന്നേരം പാടില്ല, എന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പം ആ സമയത്തോട്ട് നമ്മളൊരു ഡാൻസ് ചെയ്യുമ്പം ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഉൾക്കൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ അന്നേരം വരും. അന്നേരം നമ്മൾ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫിലിം കിട്ടും എന്നുള്ളൊരു ഇതൊന്നും അന്നേരം വിചാരിക്കുന്നില്ല. അപ്പം മോഹമുണ്ട് അന്നേരം തൊട്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ 12th കഴിഞ്ഞപ്പം എല്ലാ പേരൻസിനെയും പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി, പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു. ആ ഒരു 5 years അവിടെ പോയി. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഫിലിം അല്ലെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് ഫീൽഡിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു അന്നോട്ടേ എൻ്റെ ആഗ്രഹം. ഞാൻ ഫസ്റ്റ് തൊട്ട് 12th വരെ ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന. പക്ഷേ BDS ഒക്കെ പഠിക്കാൻ പോയി. അവിടെ നമുക്ക് ജസ്റ്റ് ആർട്സ് പെർഫോമൻസ് കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. പെട്ടെന്നാണ് അരുൺചേട്ടൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പം ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ശേഷം മൂസി പറഞ്ഞാൽ ഞാനും കുറച്ചുകൂടി കണ്ണാടിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് കുറച്ചുകൂടി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കൂടുതൽ ഫിലിംസ് കാണാൻ തുടങ്ങി, എങ്ങനെയാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ക്ലാസിക്കൽ എനിക്ക് തോന്നുന്നു, ക്ലാസിക്കൽ കളിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നവരസങ്ങളും വരും. അതൊരു ഭാഗ്യം. അഭിനയം ഓൾറെഡി അപ്പം ചെറുപ്പം തൊട്ട് അങ്ങനെ അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ സ്റ്റേജസിലെല്ലാം. ഈ ഒരു കരിയറും അഭിനയവും ലൈക്ക് ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ആക്ച്വലി ഇപ്പം എൻ്റെ നാട് തിരുവല്ലയാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി, ഞാൻ ഇവിടെ അമൃതയിലാണ് പഠിച്ചതൊക്കെ. ഇവിടെ ഞാൻ ഒരു ക്ലിനിക്കിലാണ് ഇപ്പോൾ 2 years ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് ലീവൊന്നും കിട്ടത്തില്ല. Monday to Saturday വരെ മോർണിംഗ് ടു ഈവനിങ് വർക്കിംഗ് ആണ്. അതിനിടയ്ക്ക് ഇവിടെ ലീവ് എടുത്ത് പോകുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ സീനിയർ ഡോക്ടറുടെ നല്ല ചൊറി കിട്ടാറുണ്ട്. കുറേ രീതിയിൽ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉള്ളത് കാരണം ജോലി വിടാൻ പറ്റത്തില്ല, പാഷനും കൊണ്ടുപോകണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഷൂട്ടിംഗ് സമയത്തൊക്കെ എന്ത് ചെയ്തിരുന്നു? ലീവ് എടുത്തു. പാവത്തിന്റെ ശമ്പളം വരെ കുറഞ്ഞു. സിനിമയിലെ പേയ്മെന്റ് കിട്ടി കാണുമല്ലോ, ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലേ? കുറച്ചൊക്കെ. നിങ്ങൾ ആക്ച്വലി ലൈക് സിനിമ അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ? ഞാൻ MBA കഴിഞ്ഞു, ഇപ്പൊ സൈക്കോളജി മേജർ ചെയ്യുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ആണോ? അല്ല, ചെയ്യുന്നേ ഉള്ളൂ. സിനിമയിലാണ് പ്രാർത്ഥിക്കുന്നത്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും UK ഒക്കെ ഇപ്പം റിലീസ് ആവുന്നുണ്ടല്ലോ, പ്രേക്ഷകരോട് എന്തായിരിക്കും പറയാനുള്ളത്? കാണണം, മസ്റ്റായിട്ടും പോയി കാണണം. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് പോയി കാണണം. ബിക്കോസ് യൂത്ത് ആൻഡ് ഫാമിലി എൻ്റർടൈനർ രണ്ടുപേരും 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത് കാണുമ്പം ഇതുവരെ പേരൻസിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മൈൻഡിൽ തോന്നാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഫിലിം കാണുമ്പം ചിന്തിക്കാൻ പറ്റും. അതെ, അപ്പൊ അവർ ഇത്രയും നാൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റും. അല്ലേ, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു മോശം സിനിമ കണ്ടു എന്നൊരു നല്ലൊരു സിനിമയായിരിക്കും. നമുക്ക് എല്ലാം ഉണ്ട്, ഫണ്ണുണ്ട്, നമുക്ക് ഒരു റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം. ഒന്നും തോന്നൂല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, നല്ല പടം എന്ന് തോന്നും. ഒന്നും തോന്നില്ല. അങ്ങനെയല്ല, മോശമായിട്ടൊന്നും തോന്നില്ല, ഒരു നല്ല പടം കാണാൻ പറ്റും.
അല്ല ഒരിക്കലും ഒരു മോശം സിനിമ കണ്ടതെന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഈ സിനിമ കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇതിൽ അതുപോലെ കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളുടെയും കൂടെ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പം മഞ്ജു ചേച്ചി ഉണ്ട്, അതുപോലെ ജോണി ആന്റണി ചേട്ടനുണ്ട്. ഇവരുടെയൊക്കെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ കഴിഞ്ഞവിടെ അനുരാഗും അതെ ജോൺ ചേട്ടൻ്റെ ഒപ്പം 1-2 സീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും എനിക്ക് ജോണിച്ചേട്ടൻ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചേട്ടൻ ചെയ്ത സിനിമകളെ പറ്റിയാണ്. അപ്പോൾ അത്രയും വലിയ സിനിമ ചെയ്ത അല്ലെങ്കിൽ അത്രയും ആർട്ടിസ്റ്റുകൾ വെച്ച സിനിമ ചെയ്ത ഒരു നടൻ്റെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ അത്രയും ടെൻഷനുണ്ട്. ഞാനിപ്പോൾ അനുരാഗത്തിൽ ഞാൻ ഗൗതം മേനോനിപ്പം കുറച്ച് സാറിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒന്നും ഇല്ലാത്ത ഇത്രയും പീക്ക് ലെവൽ ടെൻഷനാണ് എനിക്ക് ജോൺ ചേട്ടൻ്റെ മുമ്പിൽ. ഒരു വിധത്തിൽ ഒപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ സീനൊന്ന് കഴിഞ്ഞ്. ഞങ്ങൾക്ക് ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചുണ്ടായിരുന്നു. online സത്യം പറയാലോ നല്ല പേടിയായിരുന്നു. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ശരിക്കും അവർക്ക് ഭയങ്കര ലെജൻസാണ്. ഇപ്പോൾ ജോൺ ചേട്ടനാണ് എന്തോരം പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈവൻ ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ ആക്ടിങ്ങിലാണെങ്കിലും മഞ്ജു ചേച്ചി ആണെങ്കിലും സംഗീത മാം, ഇന്ദ്രൻ ചേട്ടൻ. പക്ഷെ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ? അവർ നമ്മളിപ്പോൾ തെറ്റിച്ച് ചെയ്താൽ അവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? ഇങ്ങനത്തെ ഒക്കെ തോട്ട്സാണ് പോണത്. എങ്ങനെയെങ്കിലും ഒന്ന് അവരെയൊക്കെ ചെയ്യണം, അവരെയൊക്കെ ഒന്ന് കാണിക്കണം, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ശരിക്കും നല്ലതായിട്ട് ഇങ്ങനെ ഹാർട്ടൊക്കെ ഇടിച്ചിടിച്ചിടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്തു നല്ല എക്സ്പീരിയൻസ്. അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആക്ച്വലി. നമുക്ക് ആ ചെയ്യാനുള്ള ഒരു സ്പേസും നമ്മളോട് പറ്റും, അങ്ങനെ ഒരു നമ്മളങ്ങ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് ചെയ്യാൻ എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആകും. അപ്പം മുന്നേ ഒരു പേടി ഉണ്ടാവും, പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ ഓക്കെ ആവും. സെയിം തന്നെ മെറീസ പറഞ്ഞാൽ നമുക്കൊരു കോമ്പിനേഷൻസിനുണ്ട്. നമ്മളെല്ലാവരും നിന്നൊരു ഡയലോഗ്, ഇവരെല്ലാവരും ഇരിക്കുകയാണ്. അപ്പം നമ്മൾ നിന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഡയലോഗ് തെറ്റുമോ, ആ ഇമോഷനിൽ വരുമോ, ആ മോഡുലേഷൻ വരുമോ, ഇവരെന്തെങ്കിലും കഴിഞ്ഞ് ഇപ്പോൾ ജോൺ ചേട്ടൻ എന്തെങ്കിലും വന്നാൽ അപ്പം തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യും. പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി അപ്പം തന്നെ അത് പറയും. അപ്പം നമ്മളത് കണ്ടിട്ടുണ്ട് അതിന് മുമ്പുള്ള സീക്വൻസസിൽ. അപ്പം പുള്ളി അങ്ങനെ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നൊക്കെ ഉള്ളൊരു ഉള്ളിലൊരു പേടി വെച്ചിട്ടായിരിക്കും നമ്മളിത് പറയുന്നത്. പക്ഷെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പുള്ളി നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. വെച്ചാൽ മക്കളെ പ്രത്യേകിച്ച് പുള്ളിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോൾ പെൺകുട്ടികൾ സ്വന്തം മക്കളെ പോലെ തന്നെ ഇവിടെ അടുത്ത് നിൽക്കുന്നതൊക്കെ. പിന്നെ റോണിച്ചേട്ടനുണ്ട്. റോണിച്ചേട്ടൻ എൻ്റെ ചേട്ടനായിട്ടുണ്ട്. റോണിച്ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തും ഓപ്പണായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റോണിച്ചേട്ടൻ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട്. പിന്നെ റോണിച്ചേട്ടൻ ഒരുപാട് കഥ ഭയങ്കര സിങ്ക് ആയതുകൊണ്ട് റോണിച്ചേട്ടൻ്റെ ഒപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സീൻസ് ഒക്കെ ചെയ്തത്. ഇപ്പം ഈ സെറ്റിൽ വന്നിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടത് പറഞ്ഞല്ലോ, അതുപോലെ ഈ ഷൂട്ടിംഗ് സെറ്റിൽ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു അനുഭവം വല്ലതും ഉണ്ടാവുമോ? അല്ല എൻ്റെ രഞ്ജിത്തിൻ്റെ കുറേ ഉണ്ട്. ഉദാഹരണത്തിന് രഞ്ജിത്ത് നമ്മുടെ ചേട്ടൻ്റെ പേരെന്താണ്, വിനോദേട്ടൻ, വിനോദേട്ടൻ്റെ ഇങ്ങനെ ഇടിക്കുന്ന സീനുണ്ട്. അത് ഒരു പവർ കൂടിപ്പോയപ്പോഴേക്കും ചേട്ടൻ്റെ ബട്ടനൊക്കെ പൊട്ടി ചേട്ടനൊക്കെ പേടിച്ചു പോയി ആ സീൻ ചെയ്തപ്പോൾ. അത് രഞ്ജിത്തിന് എനിക്കും അറിയാം ആ മൊമെന്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ചിരിച്ച് പിന്നെ ഒരു 10 ടേക്ക് പോയപ്പോഴും നമുക്ക് ആ ചിരി അടക്കാൻ പറ്റുന്നുണ്ടായില്ല. ആ ചേട്ടനുൾപ്പെടെ ഫിലിമിലേക്കുള്ള ചേട്ടനാ, പേരെനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതൊരു മറക്കാൻ പറ്റാത്ത, അങ്ങനെ കുറേ ഉണ്ട്, കുറച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് ഒരു പാടത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. പാടം അത്ര ഇപ്പൊ പറയാൻ പറ്റും. പാടത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇപ്പൊ ഭയങ്കര നല്ലതാണ്, ബട്ട് അപ്പൊ ഞങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. അന്ന് നമുക്ക് ഗവൺമെന്റ് ഒക്കെ വാർണിംഗ് തരുന്ന സമയം ഉണ്ടായിരുന്നല്ലേ, കഴിഞ്ഞ ഇയറില് ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങല് സൺബേൺ ഉണ്ടാവും എന്നൊക്കെ. ഞങ്ങൾക്ക് ലിറ്ററലി എല്ലാവർക്കും സൺബേൺ ഉണ്ടായി. ഞങ്ങളുടെ ഇവിടെയൊക്കെ കളറൊക്കെ മാറി, മോഹന കളർ, ദേഹത്തെ കളറൊക്കെ ആയി. അത്രയ്ക്ക് ചൂടായിരുന്നു. ബട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരറ്റത്താണ്, അവിടെ അടുത്തില്ല, തണലൊന്നുമില്ല, നമ്മൾ ഭയങ്കര അറ്റത്താണ് നിൽക്കുന്നത്. അപ്പൊ ഈവൻ ഒരു കൊട കൊണ്ടുവന്നെങ്കിൽ പോലും ഇത്രയും ടൈം ഒരു അരമണിക്കൂർ എടുക്കും, ഒരു 15 മിനിറ്റ് എടുക്കും അവിടെ വരെ നടന്നെത്തണമെങ്കിൽ. കാരണം ഷൂട്ടിന്റെ ടൈമിന് അവിടെ എവിടെയും വെക്കാനും പറ്റത്തില്ല, പച്ച ആയതുകൊണ്ട് കളറ് ഭയങ്കരമായിട്ട് കാണും. അപ്പൊ വെയിൽ കൊണ്ടൊക്കെ നടന്നു. ഇല്ല, ഞങ്ങൾ കൊട പറ്റില്ല. കാരണം കൊടയും കൊണ്ട് വരുമ്പോ ഇവിടെ ഷോട്ട് റെഡി ആകും. പിന്നെ കൊടയും കൊണ്ട് അയാൾ തിരിച്ചു പോകുന്നോളം വരെ ക്യാമറ വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിലത്ത് തന്നെ നിൽക്കണം, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഈ കണ്ടിന്യൂറ്റി ഇപ്പൊ വെയിൽ കൊണ്ടെന്നാലും ടാൻ വരില്ലേ, നെക്സ്റ്റ് ഡേ ഒക്കെ വരുമ്പോ കണ്ടിന്യൂറ്റി എങ്ങനെ മാനേജ് ചെയ്തു? അതായിരുന്നല്ലേ കണ്ടിന്യൂറ്റി. നല്ല കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറെ പണിയാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. ആദ്യമായിട്ട് ജീവിതത്തിൽ ചെയ്ത പണിയായിരുന്നില്ല. അത് ശരിയാ. അടിപൊളി. അപ്പം എന്തായാലും 20-ാം തീയതി സിനിമ റിലീസാവുകയാണ്. എല്ലാവിധ ആശംസകളും. ഇപ്പം നമുക്കറിയാം ആദ്യം ഒന്ന് റിലീസ് മാറ്റി വെച്ചിരുന്നു, ഇപ്പം ജൂൺ 20-ന് തന്നെ റിലീസ് ആവുകയാണ്. എല്ലാവിധ ആശംസകളും. സിനിമ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ, സ്വപ്നം പോലെ തന്നെ വലിയൊരു വിജയമാവട്ടെ തന്നെ ആശംസിക്കുന്നതാണ്. നിങ്ങളുടെ ക്യാരക്ടേഴ്സിനും
ആ ഒരു റീച്ച് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ നിന്ന് ഇനിയും ഒരുപാട് സിനിമകളിലേക്ക് പൊന്നാവട്ടെ ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.